ഹലോ എവ്രി വൺ. നമ്മൾ 10th ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര്? ബിഹൈൻഡ് സെൻസേഷൻസ്, സംവേദനങ്ങൾക്ക് പിന്നിൽ എന്നാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ. ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലീഡ് ടു റെസ്പോൺസസ് ഇൻ ലിവിംഗ് ബീങ്സ് ആർ കാൾഡ് സ്റ്റിമുലേ, അല്ലെങ്കിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഉദ്ദീപനങ്ങൾ. അപ്പൊ ഈ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലായിരുന്നു. എക്സ്റ്റേണൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ ബാഹ്യ ഉദ്ദീപനം, അതുപോലെ തന്നെ ഇന്റേണൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ ആന്തര ഉദ്ദീപനം. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മളുടെ ബോഡി ഈ സ്റ്റിമുലസിനെ റിക്കഗ്നൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ തിരിച്ചറിയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ വരുന്ന സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനങ്ങളെ നമ്മളുടെ ബോഡി എന്ത് ചെയ്യണം? റിസീവ് ചെയ്യണം അല്ലെ. റിസീവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഉദ്ദീപനം തിരിച്ചറിയാനും അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഇമ്പൾസസ് ഒക്കെ ഉണ്ടാക്കാനും കഴിയത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഈ സ്പെഷ്യലൈസ്ഡ് സെൽസ് അല്ലെങ്കിൽ നെർവ് എൻഡിങ്സ്, അതായത് നാഡികളുടെ അഗ്രഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് സെൻസറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ എന്ന് വിളിക്കുക. അതായത് സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് അല്ലെങ്കിൽ നെർവ് എൻഡിങ്സിനെ വിളിക്കുന്ന പേരാണ് സെൻസറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ എന്ന് വിളിക്കും. അതായത് നമ്മുടെ ബോഡിയിലൊക്കെ എന്തുകൊണ്ട്? ഈ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികളുണ്ട്. അപ്പൊ ഈ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേകതരം സെൽസ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ കാണുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് അല്ലെങ്കിൽ പ്രത്യേകതരം കോശങ്ങളാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് നെർവ് എൻഡിങ്സ് അല്ലെങ്കിൽ നാഡികളുടെ അഗ്രഭാഗങ്ങളാണ്. അപ്പൊ ഈ നെർവ് എൻഡിങ്സ് അല്ലെങ്കിൽ സെൽസ് ആണ് എന്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ തിരിച്ചറിയുന്നത്? സ്റ്റിമുലസിനെ ഇല്ലേ. അപ്പൊ ഈ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് അല്ലെങ്കിൽ നെർവ് എൻഡിങ്സ് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ശരീരത്തിലുണ്ട്. ഇവയെ വിളിക്കുന്ന പേരാണ് സെൻസറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ എന്ന് വിളിക്കും. അപ്പൊ ഈ സെൻസറി റിസപ്റ്റേഴ്സ് എന്തിനെ റിസീവ് ചെയ്യുന്നു? സ്റ്റിമുലസ്, അതായത് എക്സ്റ്റേണൽ സ്റ്റിമുലസും ആകാം, ഇന്റേണൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ ബാഹ്യ ഉദ്ദീപനം ഉണ്ടാകാം, അല്ലെങ്കിൽ ആന്തര ഉദ്ദീപനം അല്ലെ. ഈ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഫോം ചെയ്യുന്നു. അതായത് വൈദ്യുത ആവേഗങ്ങൾ രൂപപ്പെടുത്താൻ ആര് സഹായിക്കുന്നു? റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ബോഡിയിലേക്ക് എത്തിയ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനങ്ങൾ, ആ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ എക്സ്റ്റേണൽ ആകാം അല്ലെങ്കിൽ ഇന്റേണൽ ആകാം. ആ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനങ്ങളെ നമ്മളുടെ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ എന്ത് ചെയ്തു? റിസീവ് ചെയ്തു. റിസീവ് ചെയ്തിട്ട് അവര് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ വൈദ്യുത ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. അതായത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങൾ ഇല്ലേ. ഇലക്ട്രിക്കൽ ഇമ്പൾസസ് രൂപപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ. അതായത് ഇവിടെ എന്ത് സംഭവിച്ചു? റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ സ്റ്റിമുലസിനെ റിസീവ് ചെയ്ത് ഇമ്പൾസസ്, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്തു. ഇതിനെ വിളിക്കുന്ന പേരാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ഇനി ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസിന്റെ കോൺസെൻട്രേഷൻ ഹൈ ആവും, അതായത് അതിന്റെ അളവ് എന്ത് ചെയ്യുന്നു? ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് അല്ലെങ്കിൽ വൈദ്യുത ആവേഗങ്ങളുടെ അളവ് കൂടുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. അപ്പം സ്റ്റിമുലസിനെ റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്നു, അതിന്റെ ഫലമായിട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഫോം ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേര് റിസപ്റ്റർ പൊട്ടൻഷ്യൽ. ഇനി ഇലക്ട്രിക്കൽ ഇമ്പൾസസ് കോൺസെൻട്രേഷൻ ഹൈ ആവുന്നില്ലേ, അതായത് ഇലക്ട്രിക്കൽ ഇമ്പൾസസിന്റെ അളവ് കൂടുന്നുണ്ട്. ആ ഇലക്ട്രിക്കൽ ഇമ്പൾസസിന്റെ അളവ് കൂടുന്നതിനെ വിളിക്കുന്ന പേരാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ നമ്മള് കഴിഞ്ഞ ചാപ്റ്ററിനകത്തില് ഈ ഇമ്പൾസസ് ഫോം ചെയ്യുമ്പോഴുള്ള ചാർജിലുള്ള ഡിഫറൻസസ് ഒക്കെ പഠിച്ചായിരുന്നു ഇല്ലേ. അതായത് ആക്സോണിന്റെ മെംബ്രെയിൻ ഔട്ട്സൈഡ് നോർമൽ കണ്ടീഷനിൽ പോസിറ്റീവ് ചാർജും ഇൻസൈഡ് നെഗറ്റീവ് ചാർജുമാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇമ്പൾസസ് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ചാർജിലുള്ള ഡിഫറൻസസ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അതായത് ഔട്ട്സൈഡ് എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ചാർജ് ആകുന്നു, ഇൻസൈഡ് പോസിറ്റീവ് ചാർജ് ആകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഫോം ചെയ്യുന്നതിനെ എന്ത് വിളിക്കും? റിസപ്റ്റർ പൊട്ടൻഷ്യൽ. ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസിന്റെ കോൺസെൻട്രേഷൻ ഹൈ ആകുന്നതിനെ എന്ത് വിളിക്കുന്നു? ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇനി ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ നെർവ് ഇമ്പൾസസ് ആയി ന്യൂറോണിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ ന്യൂറോണിലൂടെ ഇത് നാഡീയ ആവേഗങ്ങളായിട്ട് കടത്തിവിടുന്നു. എന്തിനാണ്? ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് അല്ലെങ്കിൽ വൈദ്യുത ആവേഗങ്ങൾ. അപ്പൊ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് അല്ലെങ്കിൽ വൈദ്യുത ആവേഗങ്ങൾ എന്ന് പറയുന്നത് നെർവ്സ് അല്ലെങ്കിൽ നാഡികൾ വഴി എവിടേക്ക് എത്തുന്നു? നമ്മളുടെ ബ്രെയിനിലേക്ക് എത്തുന്നു. അപ്പൊ ബ്രെയിനിലേക്ക് എത്തിക്കഴിയുമ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യുന്നു? ആ ഇമ്പൾസസിനെ അനലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നു, ആവേഗങ്ങളെ വിശകലനം ചെയ്യുന്നു. ആവശ്യമായിട്ടുള്ള റെസ്പോൺസസിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. എന്നിട്ട് ഈ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട മസിൽസിലേക്കോ അല്ലെങ്കിൽ ഗ്ലാൻസിലേക്കോ എത്തിച്ചേരുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ബോഡിയിലുള്ള റിസപ്റ്റേഴ്സ് സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുകയും അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇമ്പൾസസ് ബ്രെയിനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു ഇല്ലേ. അപ്പൊ ഇങ്ങനെ ബ്രെയിനിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ബ്രെയിൻ എന്ത് ചെയ്യും? ആ വരുന്ന ഇമ്പൾസസിനെ അനലൈസ് ചെയ്യുന്നു. ആവശ്യമായിട്ടുള്ള റെസ്പോൺസസ്, അതായത് പ്രതികരണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശങ്ങൾ മസിൽസിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാൻസിലേക്കോ ഒക്കെ സെൻഡ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ
നമ്മളുടെ സുഹൃത്തിനെ കാണുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നു എന്നൊക്കെ പഠിച്ചില്ലേ. അപ്പൊ എങ്ങനെയായിരിക്കും ഈ ചേഞ്ചസ് ഒക്കെ ഉണ്ടായത്? ഇതുപോലെ തന്നെയാണ് സംഭവം. അതായത് നമ്മുടെ ഫ്രണ്ടിനെ കാണുമ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലൈറ്റ് റേസ് എവിടേക്ക് പതിക്കുന്നു? നമ്മുടെ കണ്ണുകളിലേക്ക് പതിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ പതിച്ചു കഴിയുമ്പോൾ കണ്ണിലുള്ള റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ആ സ്റ്റിമുലസ് അല്ലെങ്കിൽ ആ ലൈറ്റ് റേസിനെ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഇമ്പൾസസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഇമ്പൾസസ് ആണ് എവിടേക്ക് എത്തിയത്? ബ്രെയിനിലേക്ക് എത്തുകയും ആവശ്യമായിട്ടുള്ള റെസ്പോൺസസിനുള്ള ഇൻസ്ട്രക്ഷൻ നിർദ്ദേശങ്ങൾ മസിൽസിലേക്ക് പോവുകയും ചെയ്തത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത്? സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ബ്രെയിനിലേക്ക് എത്തുന്നു. അതിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റെസ്പോണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു. ഇനി നോക്കിക്കേ, നമുക്കറിയാം ഈ റിസപ്റ്റേഴ്സ് ആണ് ഇപ്പൊ സ്റ്റിമുലസിനെ ഒക്കെ സ്വീകരിക്കാൻ സഹായിച്ചത് ഇല്ലേ. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൻസസ്, അതായത് കാണുക, കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഇല്ലേ. അപ്പൊ ഈ സെൻസസ് അല്ലെങ്കിൽ സംവേദനങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്. ജനറൽ സെൻസസ് ആൻഡ് സ്പെഷ്യൽ സെൻസസ്. ജനറൽ സെൻസസ് അല്ലെങ്കിൽ പൊതു സംവേദനങ്ങൾ എന്ന് പറയും. അതായത് പൊതുവായിട്ട് നമ്മളുടെ ബോഡി തിരിച്ചറിയുന്ന ചില സെൻസസ് അല്ലെങ്കിൽ സംവേദനങ്ങളുണ്ട്. അതായത് ടച്ച്, സ്പർശം, പെയിൻ, വേദന, പ്രഷർ, മർദ്ദം തുടങ്ങിയ സെൻസസ് അല്ലെങ്കിൽ സംവേദനങ്ങളെ വിളിക്കുന്ന പേരാണ് ജനറൽ സെൻസസ്. അപ്പൊ ഈ ജനറൽ സെൻസസ് ഒക്കെ അറിയാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ സ്കിൻ, മസിൽസ്, ജോയിന്റ്സ്, ബ്ലഡ് വെസൽസ് തുടങ്ങിയവയാണ്. അപ്പൊ ഇങ്ങനെ പൊതുവായിട്ടുണ്ടാകുന്ന സംവേദനങ്ങൾ, പൊതു സംവേദനങ്ങൾ അല്ലെങ്കിൽ ജനറൽ സെൻസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പെയിന്, പ്രഷർ, ടച്ച് തുടങ്ങിയവ. ഇനി രണ്ടാമതെന്ന് പറയുന്നത് സ്പെഷ്യൽ സെൻസസ് അല്ലെങ്കിൽ പ്രത്യേക സംവേദനങ്ങളാണ്. അതായത് ചില ഓർഗൻസിലുള്ള റിസപ്റ്റേഴ്സ് മാത്രം തിരിച്ചറിയുന്ന സെൻസസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്പെഷ്യൽ സെൻസസ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഹിയറിങ്, സ്മെല്ല്, ടേസ്റ്റ്, വിഷൻ തുടങ്ങിയവയൊക്കെ. അപ്പൊ ഇതെന്ന് പറയുന്നത് അതായത് നമ്മുടെ കാഴ്ച, കേൾവി തുടങ്ങിയവയൊക്കെ സഹായിക്കുന്ന എന്താണ്? പ്രത്യേക ഓർഗൻസ് ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെ പ്രത്യേക ഓർഗൻസിലുള്ള റിസപ്റ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്ന സെൻസസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്പെഷ്യൽ സെൻസസ്. ഇനി ജനറൽ സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതു സംവേദനങ്ങൾ, അതായത് പെയിൻ, പ്രഷർ, ടച്ച് തുടങ്ങിയവ ഐഡന്റിഫൈ ചെയ്യുന്ന റിസപ്റ്റേഴ്സ്. അത് കാണപ്പെടുന്ന എവിടെയൊക്കെയാണ്? സ്കിന്ന്, ബ്ലഡ് വെസൽസ്, മസിൽസ്, ജോയിന്റ്സ്. അപ്പൊ ഇങ്ങനെ പൊതുവായിട്ടുള്ള സംവേദനങ്ങളെ വിളിക്കുന്ന പേരാണ് ജനറൽ സെൻസസ്. ഇനി പ്രത്യേക ഓർഗൻസ് മാത്രം ഐഡന്റിഫൈ ചെയ്യുന്ന സെൻസസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ സെൻസസ്. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് ഈ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ എന്ന് പറയുന്നത് കാണപ്പെടുന്ന എവിടെയാണ്? നമ്മുടെ ബോഡിയിലാണ് അല്ലെ, ശരീരത്തിലാണ്. അപ്പൊ പ്രത്യേകിച്ച് ഈ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസിലാണ്. അതായത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ അറിയാൻ സഹായിക്കുന്നത് നമ്മുടെ ബോഡിയിലുള്ള സെൻസ് ഓർഗൻസ് ആണ് അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ സെൻസ് ഓർഗൻസ്? ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ. അതായത് കണ്ണുകൾ, ചെവികൾ, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയവയാണ് അല്ലെ. അപ്പൊ ഈ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ എന്ന് പറയുന്നത് എവിടെയും കാണും? നമ്മുടെ സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ കാണും. ആ സെൻസ് ഓർഗൻസിൽ ഇരിക്കുന്ന റിസപ്റ്റേഴ്സ് ആണ് അനുയോജ്യമായിട്ടുള്ള സ്റ്റിമുലസിനെ എന്ത് ചെയ്യുന്നത്? റിസീവ് ചെയ്യുന്നത്. അപ്പൊ ഈ സെൻസ് ഓർഗൻസിലുള്ള റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഐസ് ആണ്. ഐസിലുള്ള റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹികളാണ്. അപ്പൊ ഈ ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹികൾ എന്ന് പറയുന്നത് റിസീവ് ചെയ്യുന്ന സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയുന്നത് എന്തായിരിക്കും? ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശമായിരിക്കും അല്ലെ. ഇനി രണ്ടെന്ന് പറയുന്നത് ഇയേഴ്സ് ആണ്. ഇയേഴ്സ്, ചെവിയിലുള്ളത് ഓഡിറ്ററി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ശബ്ദഗ്രാഹികളാണ്. അപ്പൊ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ശബ്ദഗ്രാഹികൾ റിസീവ് ചെയ്യുന്ന സ്റ്റിമുലസ് എന്തായിരിക്കും? സൗണ്ട് അല്ലെങ്കിൽ ശബ്ദമാണ്. ദെൻ നോസ്, മൂക്കിലുള്ള റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ്, ഗന്ധഗ്രാഹികൾ. അപ്പൊ ഈ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗന്ധഗ്രാഹികൾ റിസീവ് ചെയ്യുന്ന സ്റ്റിമുലസ് ഉദ്ദീപനം എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്മെൽ അല്ലെങ്കിൽ ഗന്ധമാണ്. ഇനി നാക്കിലുള്ള റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ടങ്ങിലുള്ള റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കീമോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ രാസഗ്രാഹികളാണ്. അപ്പൊ ഇവരെന്തിനായിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്? ടേസ്റ്റ് അല്ലെങ്കിൽ രുചിയാണ് അല്ലെ. ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലും റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ സ്കിന്നിലുള്ള റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള സെൻസസിനെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കും. അതായത് ടച്ച്, സ്പർശം, പെയിൻ, പ്രഷർ, കോൾഡ്, ടെമ്പറേച്ചർ ഇങ്ങനെയുള്ള സെൻസസ് ഒക്കെ അറിയാൻ സഹായിക്കുന്ന ഒരു സെൻസ് ഓർഗൻ ആണ് ഏതെന്ന് പറയുന്നത്? സ്കിൻ. അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള റിസപ്റ്റേഴ്സ്, അതായത് ടച്ചിനുള്ള ടച്ച് റിസപ്റ്റേഴ്സ്, സ്പർശഗ്രാഹികൾ. ദെൻ പ്രഷർ, മർദ്ദം അറിയാനുള്ള പ്രഷർ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ മർദ്ദഗ്രാഹികൾ. പെയിൻ അറിയാനുള്ള പെയിൻ റിസപ്റ്റേഴ്സ്. തണുപ്പ് അറിയാനുള്ള കോൾഡ് റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ തണുപ്പ് ഗ്രാഹികൾ. ഇവയൊക്കെ എവിടെ കാണുന്നു? നമ്മുടെ സ്കിന്നിൽ കാണുന്നു. അപ്പൊ ഈ ഓരോ റിസപ്റ്റേഴ്സും അതിൻ്റെതായിട്ടുള്ള സ്റ്റിമുലസിനെ തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇപ്പൊ കോൾഡ് റിസപ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തണുപ്പ് ഗ്രാഹികൾ കോൾഡിനെ ആയിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്. ടച്ച് റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്പർശഗ്രാഹികൾ ടച്ച് ആയിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള റിസപ്റ്റേഴ്സ് എവിടെയുണ്ട്? നമ്മുടെ സ്കിന്നിലുണ്ട്.
അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ സെൻസ് ഓർഗൻസും റിസപ്റ്റേഴ്സും? ഐസിലുള്ളത് ഏതാണ്? ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹികൾ. ഐഡന്റിഫൈ ചെയ്യുന്ന സ്റ്റിമുലസ് എന്ന് പറയുന്നത് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം. ഇയേഴ്സിലുള്ളത് ഓഡിറ്ററി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ശബ്ദഗ്രാഹികൾ. ഐഡന്റിഫൈ ചെയ്യുന്ന സ്റ്റിമുലസ് സൗണ്ട് അല്ലെങ്കിൽ ശബ്ദം. ദെൻ നോസിലുള്ളത് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗന്ധഗ്രാഹികൾ. ഐഡന്റിഫൈ ചെയ്യുന്ന സ്റ്റിമുലസ് സ്മെൽ അല്ലെങ്കിൽ ഗന്ധം. ദെൻ ടങ്ങിലുള്ളത് കീമോ റിസപ്റ്റേഴ്സ് രാസഗ്രാഹികൾ. ഐഡന്റിഫൈ ചെയ്യുന്ന സ്റ്റിമുലസ് ടേസ്റ്റ് ആണ്. ഇനി സ്കിന്നിലുള്ളത് ടച്ച് റിസപ്റ്റേഴ്സ്, കോൾഡ് റിസപ്റ്റേഴ്സ്, പെയിൻ റിസപ്റ്റേഴ്സ്, പ്രഷർ റിസപ്റ്റേഴ്സ് എക്സെട്ര. ഇത് ഐഡന്റിഫൈ ചെയ്യുന്ന സ്റ്റിമുലസ് എന്ന് പറയുന്നത് ടച്ച്, കോൾഡ്, പ്രഷർ, പെയിൻ എക്സെട്ര. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സെൻസ് ഓർഗൻസും അതിലുള്ള റിസപ്റ്റേഴ്സും. ഇനി ഇവിടെ എന്ന് പറയുന്നത് നമുക്കറിയാം ചെവിയിലുള്ള റിസപ്റ്റേഴ്സ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആണ് അല്ലെ. ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ഏത് സ്റ്റിമുലസിനെ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ? സൗണ്ടിനെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അല്ലാതെ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് വിഷനോ അല്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റ് അറിയാനോ ഒന്നും ഹെൽപ്പ് ചെയ്യത്തില്ല. കാരണം ഓരോ സെൻസ് ഓർഗനിലും ഉള്ള റിസപ്റ്റേഴ്സ് അതാത് സ്റ്റിമുലസിനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? റിസീവ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെൻസ് ഓർഗൻസും അതിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും അവിടെയുള്ള റിസപ്റ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ്. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക്